Hello, welcome to Watch Your Story. This is Vidya. In the very gardening episode, cheapest way to make more plants. In the chale, valra chale vorchittu namakku garden il maximum chedi engane valattam ennulla oru video aanu. Appo namukku thodangam alle. I did a first part because the easiest way to make more plants from existing plants cuttings edukka a root cheya and a water root cheyda video aanu njan annu kaaniche entra eluppana water root cheyanayittu oru quick example kaanichu tharam idenne ZZ plant cutting aanu njan May 2021 la video la kaanichana. I think I got it from a friend in October 2020. idu inta nattittum kore naal chattiyil adu angane thanne stay cheyidu. Ivada usually paraya ZZ plant nu vellam valare korchu madi velichum valare korchu madi nu adu karanam actually I had kept it away from light and I was watering it very rarely. Maybe ഒന്നര മാസം കൂടുമ്പോൾ ഒരു തവണ ഉള്ളായിരുന്നു ഈ കട്ടിങ്. ബട്ട് ഇറ്റ് സർവൈവ്ഡ്. അതുമല്ല ഞാനൊരു നല്ല വലിയ ചട്ടിയിലാണ് വെച്ചത് അതിന്റെ ബാലൻസ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു അത് കാരണം ഇറ്റ് സ്പെൻഡ് ഓൾ ഓഫ് ഇറ്റ്സ് എനർജി ടു ബിൽഡ് അപ്പ് ദ റൂട്ട് സിസ്റ്റം. ആ ചട്ടി നിറച്ച റൂട്ട് ഡെവലപ്പ് ചെയ്യായിരുന്നു അത് ഇത്രയും കാലം. എന്നിട്ട് January of 2023 it started putting out shoots. അങ്ങനെ വന്ന ഇലകളാണ് ഈ കാണുന്നത്. പിന്നത്തുള്ള കാര്യം നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന അതാണ്. നമ്മൾ കട്ടിങ് എടുത്തിട്ട് മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ അത് നാട്ടിൽ എളുപ്പത്തിൽ പിടിക്കും, ഇവിടെയും പിടിക്കും. ഞാൻ അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ കാണിച്ചിരുന്നു എൻ്റെ മോൺടാക് ഡേസിയൊക്കെ പ്രൂൺ ചെയ്തതിൻ്റെ. കഴിഞ്ഞാണ് ഞാൻ പ്രൂൺ ചെയ്തപ്പം അതിൽ നിന്നുള്ള കട്ടിങ്സ് എടുത്തു. എന്നിട്ട് ഇത് വെറുതെ മണ്ണിൽ കുത്തി വെച്ചാണ്. അതാണ് ഈ ഒരു ചെടി. ഇതുപോലെ പല ഭാഗത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ആ കട്ടിങ് എടുത്തിട്ട് മണ്ണിൽ ഡയറക്റ്റ്ലി റൂട്ട് ചെയ്യുന്നത് നന്നായിട്ട് വർക്ക് ചെയ്യും. ഈവൻ പെറീനിയൽസിന് വർക്ക് ചെയ്യും. അടുത്ത ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും കമ്പ് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. ആ കമ്പ് മണ്ണ് തൊടുമ്പോൾ റൂട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഞാൻ പറിച്ചെടുക്കുകയാണെങ്കിൽ എനിക്ക് പറ്റുന്നില്ല. കണ്ടോ? ഇതിപ്പോൾ വേറെ ചെടിയായി വന്നു ഇവിടെ. കണ്ടോ? ഇത് ഹൈഡ്രാഞ്ചിയ, നമ്മൾ ജമന്തി ഒക്കെ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ബേസിക്കലി വാട്ട് ഐ ഡു ഇസ് ഐ കൻ ഡു യൂസ് എ പ്രൂണിങ് ഷിയേഴ്സ് അല്ലെങ്കിൽ നൈഫ്. ഞാൻ വെറുതെ ഇത് വെച്ച് തന്നെ മുറിക്കും. അപ്പോൾ എനിക്കിതേ വേറൊരു ചെടി കിട്ടി. ഇത് ഞാൻ അങ്ങനത്തെ നടാൻ പോകണം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഗാർഡനിൽ എസ്പെഷ്യലി നമുക്ക് ചിലവ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ പെറീനിയൽസ് ആണ്. ബിക്കോസ് ദേ കം ബാക്ക് എവറി ഇയർ ആഫ്റ്റർ ദ വിൻ്റർ. പക്ഷേ പെറീനിയൽസ് ക്യാൻ ബി എക്സ്പെൻസീവ്. ഇതിന് പ്ലസ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ദേ ഗെറ്റ് ബിഗർ എവറി ഇയർ. അപ്പോൾ നമ്മൾ ഒരു ചെടി വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും അത് വലുതായിട്ട് അതിൽ നിന്ന് പല ഡിവിഷനും എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ഒരു ലാംബിയർ, ഇത് എനിക്ക് തോന്നുന്നു 2 കൊല്ലം മുന്നേ വാങ്ങിച്ചാണ്. കഴിഞ്ഞ കൊല്ലം ഇതിൽ നിന്ന് നിറച്ച് ഞാൻ കട്ടിങ് എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ നിറച്ച് കട്ടിങ് എടുക്കാൻ പോവാണ്. എസ്പെഷ്യലി ഈ ലോണിലേക്ക് തട്ടി കിടക്കുന്ന ഭാഗം. ബിക്കോസ് എപ്പോൾ ലോൺ മൂവ് ചെയ്യുമ്പോഴും അവർ ഇത് ഇതിൻ്റെ പകുതി ചെത്തിക്കൊണ്ട് പോവാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കാനുള്ള ഉദ്ദേശവും കൂടി ഉണ്ട് എനിക്ക്. അഗൈൻ ഇതിന് ഒരു ഷവൽ വെച്ചിട്ട് പതുക്കെ പൊക്കിയെടുത്താൽ മതി. യു ക്യാൻ ബി വെരി റഫ്. ഞാൻ മുറിച്ചെടുക്കാം ലിറ്ററലി. അത് മാത്രം കണ്ട. അപ്പോൾ അതെ വലിയൊരു ക്ലമ്പാണ്. ഇത് തന്നെ എനിക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ ദേ ഇവിടെ ഒരെണ്ണം, ദേ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ദേ വേറെ ഒരെണ്ണം. കണ്ട? ബേസിക്കലി I got 4 just from this section. ഞാനത് പണ്ടൊരു ഹൗ ടു സ്റ്റാർട്ട് എ ഗാർഡൻ എന്നുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കൊഹസീവ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാനും നമുക്ക് ഈ ഒരു ഡിവിഷൻ കൊണ്ട് ശരിക്കും ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് യു ഡോണ്ട് ഹാവ് ടു കീപ് ബൈയിങ് പ്ലാന്റ്സ് ടു റിപ്പീറ്റ്. ഇങ്ങനെ തന്നെ ഇത്തിരി ക്ഷമ വേണമെന്നേ ഉള്ളൂ. ഇതിൽ ടേക്ക് എ കപ്പിൾ ഓഫ് ഇയേഴ്സ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ കഴിഞ്ഞ പോലെ ആഡ് ചെയ്തൊരു ക്ലമ്പാണ്. ഇതുപോലെ ഇത് വേറൊന്നാണ്. ഞാൻ കാണിച്ച പോലത്തെ ഒരു ചെറിയ കഷ്ണം നട്ടിട്ടേ ഉള്ളൂ. അത് ഇത്ര വലുതായി 1 കൊല്ലം കൊണ്ട്. ഇത് വേറൊന്നാണ്. പിന്നെ അതെ ഈ ഒരു ഹോൾ പാച്ച് ഈ കാണുന്ന ഇത് മുഴുവനും ഒരു ചെറിയ കമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് കിട്ടിയതാണ്. അതിൽ നിന്നുള്ള ഡിവിഷനാണ്. ഇപ്പുറത്തും ഞാൻ ഫ്രണ്ടിലും ഇതേപോലെ തന്നെ കുറേ വെച്ചിട്ടുണ്ട്. അപ്പം ഇറ്റ് ഹെൽപ്സ് ആ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരും. ഇപ്പം 1, 2, 3, 4, 5 സ്ഥലത്തായി ഈ ഒരു സ്ഥലത്ത് ഒരു ബെഡിൻ്റെ ബോർഡർ പോലെ വന്നു. ഇത് നല്ലൊരു ചെടിയാണ്. നല്ല ടെക്സ്ചറുള്ള ചെടിയാണ്. പൂവത്ര വലിയ ഭംഗിയില്ല. ചെറിയ ചെറിയ പൂവാണ്, വെളുത്ത പൂവാണ്. പക്ഷേ അതിൻ്റെ ഇലയുടെ ടെക്സ്ചർ ഭയങ്കര നല്ലൊരു കോൺട്രാസ്റ്റ് ആണ് ബാക്കിയുള്ള പൂക്കളുമായിട്ട്. അടുത്തത് ഈ ഒരു കാണുന്ന ക്ലമ്പാണ്. ഇത് ക്രോക്കോസ്മിയ ലൂസിഫർ എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്ന ചെടിയാണ്. ഐ തിങ്ക് ഐ പ്ലാന്റഡ് അറൌണ്ട് 20 bulbs here a couple of years back. ഇപ്പോൾ അതെല്ലാം കൂടി ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബൾബ്സിൻ്റെ പ്രോബ്ലം അതാണ്, മൾട്ടിപ്ലൈ ചെയ്യും. ഇറ്റ്സ് എ ഗുഡ് തിങ് ആൻഡ് ഇറ്റ്സ് എ ബാഡ് തിങ്. റൈറ്റ് ആഫ്റ്റർ 3 years ഇത് ഭയങ്കര വലിയൊരു ക്ലമ്പായി. അത് മുഴുവൻ ഭയങ്കരമായിട്ട് ഫ്ലോപ്പ് ചെയ്തു. അതുമല്ല അതത്ര വിഷ്വലി
അതിൻ്റെ ഭംഗിയും പോയി. അത്രയും കുറേ ചെടി ഒന്നിച്ചൊരു സ്ഥലത്ത് വന്നപ്പോൾ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചെടുത്ത് മാറ്റാനുള്ള ഉദ്ദേശം. മഴ പെയ്തിട്ടാണ് ഉള്ള ദിവസമാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ചെയ്യാനായിട്ട്. മഴയില്ല. അതെ, ഐ ഗോട്ട് സം. ഉണ്ടോ? ഇങ്ങനത്തെ കോംസ് എന്നാണ് പറയുക, ബൾബല്ല അത്, ആക്ച്വലി കോംസ് ആണ്. ഇതാണ് ക്രൊക്കോസ്മിയുടെ കോംസ്. ഇത് ഞാൻ കുറച്ച് ഡിഗ് ഔട്ട് ചെയ്യാം. എസ്പെഷ്യലി ഗ്ലാഡിയോൾസും ഇങ്ങനെ തന്നെയാണ്, നിറച്ചും ഉണ്ടാവും, ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവ് നന്നായിട്ട് പൂവുണ്ടാവും നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. കണ്ടോ, ചിലതൊക്കെ മുറിഞ്ഞു പോയി, ബട്ട് ദാറ്റ്സ് ഓക്കെ. കണ്ടോ, വേറെ കിട്ടി എനിക്ക്. നിറച്ചുണ്ട്. ഇത് ഞാൻ ഇന്നലെ ഈ റോസ് നാട്ടിൽ കാണുന്നില്ലേ, അത് നട്ടേട്ടന് കുഴിച്ചെടുത്തതാണ്, വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഈ റോസ് ഇതൊരു ഡേവിഡ് ഓസ്റ്റൺ ട്രാങ്ക്ലിറ്റി എന്ന് പറഞ്ഞ റോസാണ്. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ചട്ടിയിലായിരുന്നു, പക്ഷെ തീരെ അതങ്ങ് ഒരു ഇത് വെക്കുന്നില്ല. അതിന് വളരെ കുറച്ച് പൂവ് ഉണ്ടാകുന്നുള്ളൂ. മറ്റ് ഡേവിഡ് ഓസ്റ്റൺ വെച്ച് കമ്പയർ ആണെങ്കിൽ അതിൻ്റെ ഒരു 1/8 പോലും പൂവുണ്ടാകുന്നില്ല. അപ്പം ഞാൻ മണ്ണിലിടാൻ പറഞ്ഞിട്ട് പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കുത്തിപ്പൊക്കി എടുത്താണ്. ഇതിപ്പോൾ റെഡ് ഹോട്ട് പോക്കറാണ്. ഈ റെഡ് ഹോട്ട് പോക്കർ, ഡെയിലി കാറ്റ്മിന്റ്, കോൺഫ്ലവർ, അങ്ങനത്തെ എല്ലാ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിക്ക് താണിച്ചാല് ഇങ്ങനെ ഒരു ക്ലമ്പ് നമ്മൾ കുഴിച്ചെടുത്തു അല്ലേ, അത് ഒന്നല്ലെങ്കിൽ ഇതുപോലത്തെ സ്പെയ്ഡ് അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ലിറ്ററലി യു ക്യാൻ കട്ട് ഇറ്റ് ഇൻടു 2 പീസസ്. കണ്ട, ഒരു കുഴപ്പമില്ല, സൈഡൊക്കെ മുറിഞ്ഞിട്ടുണ്ടാവും, ദാറ്റ്സ് ഫൈൻ. This is 1 clump, this is 1 clump. So you got 2 plants now. എൻ്റെ ഈ ബെഡിലെ 50% ഓഫ് പ്ലാന്റ്സ് ഇങ്ങനെ ഞാൻ പല പല ക്ലമ്പുകളിൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെയുള്ളതൊക്കെ വിൻ്റർ സോ ചെയ്തു. കുറച്ച് സാധനം മാത്രമേ ചെടിയായിട്ട്, വലിയ ചെടിയായിട്ട് ഞാൻ വാങ്ങിച്ച് നട്ടിട്ടുള്ളൂ. ഈ ഒരു ഫുൾ ബെഡിൽ ബാക്ക് യാർഡിൽ ഞാനിവിടെ കുഴി കുഴിച്ച് വെച്ചിട്ടുണ്ട്. ആ ലാംസിയർ നേരത്തെ ഡിവൈഡ് ചെയ്ത വലിയ ക്ലമ്പ് ഇവിടെ വയ്ക്കുകയാണ്. ഇതിന് വളമൊന്നും ആവശ്യമില്ല, ഞാൻ പിന്നെ വന്ന് ഇടുമ്പോഴുള്ള വളം മതിയാണ്, പ്രത്യേകിച്ച് വളമൊന്നും ആവശ്യമില്ല. ഇനി ഓഫ് കോഴ്സ് വെള്ളം ഒഴിക്കണം. അടുത്തത് ഈ ഒരു ക്ലമ്പാണ്. ഇത് റീബ്ലൂമിങ് ജർമ്മൻ ഐറിസ് ആണ്, വെളുത്ത കളർ. റീബ്ലൂമിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ഐറിസ് സ്പ്രിങ്ങിൽ മാത്രമേ പൂക്കുള്ളൂ, ഇത് ഫോളിലും പൂക്കും. ഞാൻ വാങ്ങിച്ച ആ കൊല്ലം ഇത് ഫോളിൽ പൂത്തു. ഞാനൊരു സ്പ്രിങ്ങിലാണ് വാങ്ങിച്ചത്. പിന്നെ പൂത്തട്ടേ ഇല്ല. അത് എനിക്ക് തോന്നുന്നു ഇതിന് ഈ ലൊക്കേഷൻ തീരെ പിടിക്കുന്നില്ല. അപ്പം ഞാൻ ഇത് കുറച്ച് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഞാൻ മുമ്പിലോ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. അപ്പം അതാണ് അടുത്തത്. പൊട്ടി വന്ന് വച്ചേട്ടാ. ഇത് അതിൻ്റെ ഇതും കോം എന്നാ പറയുക, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ ഒരു സാധനം ഒരെണ്ണം പൊട്ടിപ്പോവാണ്ട് എടുത്താൽ മതി. കണ്ടാ, ഈ അറ്റത്ത് പൊട്ടിപ്പോയി, പക്ഷെ നല്ല വലിയ കഷ്ണമുണ്ട് ഇവിടെ. ഇറ്റ് ഷുഡ് സർവൈവ്. ഇത് നടുക്ക് വെച്ച് പൊട്ടിക്കഴിഞ്ഞാൽ മൈറ്റ് നോട്ട് വർക്ക്. ക്ലേ സോയിൽ, അതാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത് പറിക്കാൻ. ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു പണിയില്ല ഊരാൻ, അല്ല വർക്ക് ഡിവൈഡ് ചെയ്യാൻ. ഇത് അവിടെ നല്ല ഡ്രൈ സോയിലാണ്. ഹ്യൂജ് ക്ലമ്പ്. പിന്നെ ഈ കാണുന്നുണ്ടല്ലോ, ഇത് മുഴുവൻ ഒരു പിങ്ക് ജമന്തിയാണ്. പേരെന്താ എനിക്ക് ഓർമ്മയില്ല, ഞാൻ എഴുതി കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ വീണിടത്തൊക്കെ സ്പ്രെഡ് ചെയ്യും. ഈ ഏരിയയിൽ നിറച്ചും ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മുമ്പത്തൊക്കെ നന്നായിട്ട് പൂത്തു. കഴിഞ്ഞ എന്താ ഇത്രേ പൂത്തുള്ളൂ. ഈ ഒരു സ്ഥലത്ത് മാത്രമേ എനിക്ക് ഈ ഒരു ചെടിയുള്ളൂ. അപ്പോൾ എനിക്ക് ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോളിസി ഇതിൻ്റെ കണ്ടിന്യൂറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് നമ്മൾ ഡിഗ് ചെയ്തെടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ അവിടെയൊക്കെ ഇത് കണ്ടോ, ഭയങ്കര എളുപ്പമാണ്. ജമന്തി എസ്പെഷ്യലി മൂവ് ചെയ്യാനും ഡിവൈഡ് ചെയ്യാനൊക്കെ. നിറച്ച് ചെടിയാണ് ഇവിടെ. ബേസിക്കലി ഏതൊക്കെയോ വിത്ത് മുളച്ച് വരുന്നുണ്ട് ഇവിടെ. കണ്ടോ, ആ കമ്പ് കിടന്നിടത്ത് മുഴുവൻ വന്നതാ. ഓക്കെ, ഇത്രേ ഉള്ളൂ സാധനം. കണ്ട, ചെറിയ ചെറിയ റൂട്ടുകളാണ്, എല്ലായിടത്തും വന്നിട്ടുണ്ട്. അടുത്തത് കണ്ട, ഞാൻ പറഞ്ഞേ ഗ്ലാഡിയോളസ് പറിച്ചു മാറ്റാന്ന്. ഈ ഒരു സൈഡിൽ മുഴുവൻ ഗ്ലാഡിയോളസ് ആയിരുന്നു ഞങ്ങൾക്ക്.
ഇവിടുന്ന് എല്ലാ ഗ്ലാഡിയോലസും മാറ്റിയിട്ട് 2-3 ബൾബ്സ് ബാക്കിയുണ്ടായിരുന്ന കിടന്നത് ഇപ്പോഴും തിരിച്ചു വരാണ്. ഐം ടോക്കിംഗ് അബൌട്ട് 2012 നട്ട ബൾബായി കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ കുറച്ച് ലാവൻഡറും പിയണിയാണുള്ളത്. അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ നേരത്തെ ഡിവൈഡ് ചെയ്ത റെഡ് ഹോട്ട് പോക്കറും ക്രൊക്കോസ്മിയും ഒക്കെ ആഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.